നല്ല അറബിക് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എസ്പെഷ്യലി മദ്ഹൂത്ത് റൈസ്. മദ്ഹൂത്തിന് മാത്രമായിട്ടുള്ളൊരു കിടിലൻ സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോയാക്ക ഏകദേശം 25 വർഷം സൗദിയിൽ ഇതേ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ ആള് പ്രവാസ ജീവിതമൊക്കെ നിർത്തി നാട്ടിലേക്ക് വന്നിട്ട് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. ഇവിടെയോടുന്ന് വിളിക്കുന്ന പറയും മൺകൂറിന് എപ്പോഴും വരിക പറയും. പേരെന്താണ്? എൻ്റെ പേര് കോയ. എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാവും ഇവിടെ? ഇവിടെ ആകെ ഒരൊറ്റ ഐറ്റം ഫുഡുള്ളൂ, മദ്ഹൂത്ത് എന്ന് പറയും. അറേബ്യൻ ഫുഡ്. അത് ആ ഭക്ഷണം മാത്രമുള്ള ഇവിടെ ഒരു വയറിലായ മഞ്ചേരിയിലും മന്തിക്ക് പിന്നെ മദ്ഹൂത്തിന്റെ ഷോപ്പ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് മഞ്ഞപ്പറ്റ മദ്ഹൂത്ത്, റെയ്ഹാൻ മദ്ഹൂത്ത്. മദ്ഹൂത്തിന്റെ കൂടെ ഒരു മദ്ഹൂത്ത് മാത്രമേ ഉള്ളൂ. മദ്ഹൂത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടുകാർക്ക് വേണ്ടി ചായയും കടിയുണ്ട്. അല്ല, അത് ആദ്യം ഉണ്ട്. പല രസപലഹാരങ്ങൾ, അത് 1-2 ഐറ്റംസ് ഉള്ളൂ. നോമ്പിനൊക്കെ സമൂസ. മയോണൈസ് ഇല്ലാന്ന് പറഞ്ഞു. മയോണൈസ് ഇല്ല. അറേബ്യൻ ഫുഡിൽ മയോണൈസ് എന്ന സംഭവമില്ല. അതായത് അവിടെ റോസ്റ്റിൽ മാത്രമുള്ള ഈ മയോണൈസ് കൊടുക്കുന്നത്. അറേബ്യൻ ഫുഡ് എന്ന മന്തി, മദ്ഹൂത്ത്, കാബിലി, ദുർബിയാൻ, അതിലൊന്നും മയോണൈസ് എന്ന സംഭവമില്ല. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഇവിടെ മദ്ഹൂത്ത് റെഡിയാണ്. പക്ഷെ ആകെ ഒരു കണ്ടീഷനുള്ളൂ, വിളിച്ചിട്ട് വരണം. എൻ്റെ എല്ലാമായിരുന്ന ഡോക്ടർ മൻസൂർ സുല്ലമിയുടെ കീഴിൽ ഒരുപാട് കാലം ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ ഈ സ്ഥാപനം ഇത്രയും നല്ല സംരംഭമായി നിലനിർത്തി പോകുന്നത്. ഈ കാണുന്ന കുക്കറിൽ കിടന്ന് തിളക്കുന്ന ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ മഞ്ചേരിക്ക് അടുത്ത് ഇങ്ങനെ അറബിക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വരാൻ കൂടിയിട്ടില്ല. പക്ഷെ ഇന്ന് വന്നത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങളിവിടെ വരുമ്പോൾ ജസ്റ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വിശന്നിട്ടാണോന്ന് അറിയില്ല, എല്ലാവരും നല്ല ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ കഴുകി നല്ല ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുത്തെ മദ്ഹൂത്ത് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് കോയാക്ക മദ്ഹൂത്തും കൊണ്ടുവന്നത്. കോയാക്ക കുക്കറാൻ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളൊരു മണം വന്നു. എൻ്റെ മോനെ, മൂപ്പര കുക്കർ എടുത്തിട്ട് നേരെ തട്ടിലേക്കൊരു തട്ട്. എൻ്റെ മോനെ, അത് കാണാൻ തന്നെ ഒരു മൊഞ്ചായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടോന്ന് അറിയില്ല.
മധുഹൂത്ത് ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കേരള സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഓതന്റിക് ആയിട്ടുള്ള നല്ല അറബിക് ടേസ്റ്റ് മധുഹൂത്ത് കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ടും കോയാക്കാൻ്റെ അടുത്തേക്ക് പോന്നോളൂ. 25 വർഷം അറബികൾക്ക് വിളമ്പിയ അതേ ടേസ്റ്റിലാണ് കോയാക്ക നമ്മളെ നാട്ടുകാർക്കും കൊടുക്കാന്നുള്ള കൺസെപ്റ്റിൽ ഇത് തുടങ്ങിയത്. ചിക്കനൊക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ മയോണൈസ് ഇല്ല. മഞ്ചേരിയിൽ നിന്ന് 6 കിലോമീറ്റർ മാറി മഞ്ഞപ്പറ്റ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മസ്റ്റ് ട്രൈ സ്പോട്ടാണ്.